ഗായ്സ്, ഇന്ന് നമ്മൾ ചെറിയ ചെറിയ ഇംഗ്ലീഷ് വാക്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. സോ വിതൗട്ട് എനി ഫർദർ അഡോ ലെറ്റ്സ് ബിഗിൻ അവർ ക്ലാസ്. നിനക്കു വേണ്ടി. സപ്പോസ് നമ്മൾ ഒരാളോട് പറയാണ് ഞാനിത് നിനക്ക് വേണ്ടിയാണ് വാങ്ങിച്ചത്. സോ അതിനെ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഫോർ യു. ഫോർ യു. ഞാൻ നിനക്ക് വേണ്ടിയാണ് അത് വാങ്ങിച്ചത്. അതിനെ നമുക്ക് ഐ ബോട്ട് ഇറ്റ് ഫോർ യു എന്ന് പറയാം. ഐ ബോട്ട് ഇറ്റ് ഫോർ യു. കഴിഞ്ഞുപോയ കാര്യത്തെപ്പറ്റി പറയുന്നത് കൊണ്ടാണ് ബൈൻ്റെ V2 ഫോമായ ബോട്ട് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ദേഷ്യത്തിൽ അലറുകയാണ്. അപ്പോൾ അവരോട് നമുക്ക് പറയണം ശാന്തമായിരിക്കൂ എന്ന് പറയണം. അതെങ്ങനെ പറയാം? കാം ഡൗൺ. കാം ഡൗൺ. നമ്മളോട് നമ്മളുടെ മക്കളൊക്കെ കൂടുതലായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതെന്തിനാണ്, ഇതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? വാട്ട് ഈസ് ഇറ്റ് ഫോർ? വാട്ട് ഈസ് ഇറ്റ് ഫോർ? അടുത്ത സെൻറ്റൻസ് ഇതാണ്, ഇതൊന്ന് ശരിയാക്കൂ. പലപ്പോഴും കുട്ടികളുടെ കളിപ്പാട്ടങ്ങളൊക്കെ പൊട്ടിപ്പോയാൽ അവർ വന്ന് നമ്മളോട് പറയും ഇതൊന്ന് ശരിയാക്കി തരൂ. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഫിക്സ് ഇറ്റ്. ഫിക്സ് ഇറ്റ്. ഈസിയാണ്. രണ്ട് വേർഡേ ഈ സെൻറ്റൻസിലുള്ളൂ. ഫിക്സ് ഇറ്റ്. ഇനി അടുത്ത സെൻറ്റൻസ് ഇതാണ്, ഇനി നിനക്ക് പോകാം. ഇനി നിനക്ക് പോകാം. കാര്യമൊക്കെ കഴിഞ്ഞു, ഇനി നിനക്ക് പോകാം. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നൗ യു മേ ഗോ. നൗ യു മേ ഗോ. അടുത്ത സെൻറ്റൻസ് ഇതാണ്, നമുക്ക് വീട്ടിൽ പോകാം. നമുക്ക് വീട്ടിൽ പോകാം. ഇതിനെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ലെറ്റ്സ് ഗോ ഹോം. ലെറ്റ്സ് ഗോ ഹോം. അടുത്ത സെൻറ്റൻസ്, നിൻ്റെ റൂമിൽ പോകൂ. ഒരു ഇൻസ്ട്രക്ഷൻ പോലെ പറയാണ്. നീ നിൻ്റെ റൂമിൽ പോകൂ, മതി ഇവിടെ നിന്നത്, നിൻ്റെ റൂമിൽ പോ, അങ്ങനെ പറയാണ്. അതിനെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഗോ ടു യുവർ റൂം. ഗോ ടു യുവർ റൂം. അല്പം. അല്പം, കുറച്ച്. ഇതിനെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? എ ലിറ്റിൽ ബിറ്റ്. എ ലിറ്റിൽ ബിറ്റ്. അടുത്ത സെൻറ്റൻസ് ഇതാണ്, കുറച്ചു നേരത്തേക്ക്. ഫോർ എ വൈൽ. ഫോർ എ വൈൽ. സംസാരിച്ചു കൊണ്ടിരിക്കൂ. നമ്മളിപ്പോൾ ഒരാളോട് പറയാണ് നിങ്ങളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കൂ, ഞാനിപ്പം വരാം, അങ്ങനെ പറയൂലേ? അപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കൂ ഇതിനെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? കീപ് ടോക്കിംഗ്. കീപ് ടോക്കിംഗ്. യു ഗൈസ് കീപ് ടോക്കിംഗ്. സംസാരിച്ചു കൊണ്ടിരിക്കൂ എന്ന് പറയുന്നത് കീപ് ടോക്കിംഗ് എന്നാണ്. അപ്പോൾ ഇനിയിപ്പോൾ കളിച്ചു കൊണ്ടിരിക്കൂ എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയാം? കീപ് പ്ലേയിങ്. കീപ് പ്ലേയിങ്. എങ്ങനെയോ ഞാൻ അവളിൽ നിന്നും രക്ഷപ്പെട്ടു. ഈ എങ്ങനെയോ അതെങ്ങനെ പറയാം? സംഹാവ്. സംഹാവ്. എൻ്റെ പിന്നിൽ നിൽക്കൂ. നമ്മളൊരു ക്യൂവിലാണ്, ഒരു വ്യക്തി ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ വന്ന് നിന്നു. അപ്പോൾ അവരോട് പറയാണ് എൻ്റെ പിന്നിൽ നിൽക്കൂ. അതെങ്ങനെ പറയാം? സ്റ്റേ ബിഹൈൻഡ് മീ. സ്റ്റേ ബിഹൈൻഡ് മീ. നീ ശരിക്കും ആരാണ്? നമ്മൾ കളിയാക്കി ചോദിക്കൂലേ, നീ ശരിക്കും ആരാണ്? അതെങ്ങനെ ചോദിക്കാം? ഹൂ എക്സാക്ട്ലി ആർ യു? ഹൂ എക്സാക്ട്ലി ആർ യു? ലോഭനാകരുത്. മറ്റുള്ളവർക്ക് ഒന്നും കൊടുക്കാണ്ട് സ്വയം സെൽഫിഷായിരിക്കുന്ന ആളെയാണ് ലോഭൻ എന്ന് പറയുന്നത്. ലോഭനാകരുത്. അതിനെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഡോണ്ട് ബി ഗ്രീഡി. ഡോണ്ട് ബി ഗ്രീഡി. അസൂയപ്പെടരുത്. മറ്റൊരാൾക്കൊരു നേട്ടം സംഭവിച്ചു എന്നറിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു അസൂയയില്ലേ, ആ അസൂയയെ നമ്മൾ എന്ത് പറയും ഇംഗ്ലീഷിൽ? ജലസ്. സോ ഡോണ്ട് ബി ജലസ്. ഡോണ്ട് ബി ജലസ്. സപ്പോസ് നമ്മളുടെ ഒരു ഫ്രണ്ട് വന്ന് നമ്മളോട് പറയുകയാണ് അവളെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു. അപ്പം നമ്മൾ അവളോട് ചോദിക്കുകയാണ് എന്ത് കാരണത്താൽ? അതിനെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? ഫോർ വാട്ട് റീസൺ. ഫോർ വാട്ട് റീസൺ. നെക്സ്റ്റ് സെൻറ്റൻസ് ഇതാണ്, അതെങ്ങനെ? നമ്മൾ ഒരു ഡൗട്ട്ഫുള്ളി ചോദിക്കുകയാണ്, അതെങ്ങനെ? അതിനെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? ഹൗ സോ. ഹൗ സോ. ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ പറയൂലേ നമ്മൾ? അപ്പോൾ ഈ ഞാൻ പറഞ്ഞ പോലെ എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ആസ് ഐ സെഡ്. ആസ് ഐ സെഡ്. ഞാൻ അറിഞ്ഞോടത്തോളം. ഞാൻ അറിഞ്ഞോടത്തോളം അവനൊരു നല്ല വ്യക്തിയാണ്, ഇങ്ങനെ നമ്മൾ പറയൂലേ? ഇതിനെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ആസ് ഫാർ ആസ് ഐ നോ. ആസ് ഫാർ ആസ് ഐ നോ.
വിശ്വാസം വെക്കൂ. ഇതിനെങ്ങനെ പറയാം? ഹാവ് ഫെയ്ത്ത്. ഹാവ് ഫെയ്ത്ത്. നിങ്ങളെല്ലാ മിഠായും തീർത്തോ? ബാക്കിയുള്ള മിഠായി എവിടെ? ബാക്കി എവിടെ? ഇതെങ്ങനെ ചോദിക്കാം? ബാക്കി എവിടെ? വേർ ഇസ് ദ റെസ്റ്റ്? വേർ ഇസ് ദ റെസ്റ്റ്? ഇതൊരു സൂക്ഷ്മമായ വിഷയമാണ്. ഇതിനങ്ങനെ തള്ളിപ്പറയാനൊന്നും പറ്റില്ല. ഇതൊരു സൂക്ഷ്മമായ വിഷയമാണ്. ഇതിനെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇറ്റ്സ് എ ഡെലിക്കേറ്റ് മാറ്റർ. ഇറ്റ്സ് എ ഡെലിക്കേറ്റ് മാറ്റർ. അവൻ എപ്പോൾ തിരിച്ചു വരും? അവൻ എവിടെ പോയിരിക്കുകയാണ്? അവന് എപ്പോൾ തിരിച്ചു വരും എന്ന് ചോദിക്കുകയാണ്. അവൻ എപ്പോൾ തിരിച്ചു വരും? വെൻ വിൽ ഹീ റിട്ടേൺ? വെൻ വിൽ ഹീ റിട്ടേൺ? റിട്ടേണിൻ്റെ മീനിങ് തന്നെ തിരിച്ചു വരുമെന്നാണ്. അപ്പോൾ ചിലവർ പറയാറുണ്ട് ഇങ്ങനെ വെൻ വിൽ യു റിട്ടേൺ ബാക്ക് എന്ന് പറയാറുണ്ട്. പക്ഷേ ബാക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം റിട്ടേണിൽ തന്നെ തിരിച്ചു വരും എന്നുള്ള ആ ഒരു കാര്യമുണ്ട്. അപ്പോൾ ബാക്കിൻ്റെ ആവശ്യമില്ല. ഇവയൊക്കെ യഥാർത്ഥമാണോ? ഇതൊക്കെ ശരിയാണോ? ഇവയൊക്കെ യഥാർത്ഥമാണോ എന്നെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? ആർ ദീസ് ഓൾ റിയൽ? ആർ ദീസ് ഓൾ റിയൽ? തീരുമാനം നിൻ്റേതാണ്. ഇനിയിപ്പോൾ എന്തൊക്കെയായാലും തീരുമാനിക്കേണ്ടത് നീയാണ്. തീരുമാനം നിൻ്റേതാണ്. ഇതെങ്ങനെ പറയാം? ദ ഡിസിഷൻ ഈസ് യുവേഴ്സ്. ദ ഡിസിഷൻ ഈസ് യുവേഴ്സ്. വീണ്ടും തുടക്കം കുറിക്കാം, അല്ലെങ്കിൽ വീണ്ടും തുടങ്ങാം. ഇതിനെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ലെറ്റ്സ് സ്റ്റാർട്ട് ഓവർ എഗെയിൻ. ലെറ്റ്സ് സ്റ്റാർട്ട് ഓവർ എഗെയിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും സെൻറ്റൻസസുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. So thank you for watching. If you like my video, please like, share and subscribe to my channel, and don't forget to enable the bell icon.